നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ, NINR STR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ ഇത് നമ്മൾ സിദ്ധികളെന്ന് ഒക്കൾട്ടിസം എങ്ങനെ നമുക്ക് പ്രാപ്തമാക്കാം, അല്ലെങ്കിൽ ഗുപ്ത വിദ്യ എങ്ങനെ പ്രാപ്തമാക്കാം എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം എന്ന് പറയുന്ന HP ബ്ലൗസ്കിയുടെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പേജ് നമ്പർ 7 ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇതിപ്പോൾ 4ാമത്തെ ടോക്കാണ് ഇതിലുള്ളത്. അതിൽ ആദ്യത്തേൽ വീഡിയോ ഉണ്ട്, സൗണ്ട് കുറച്ച് കുറവാണ്, പിന്നുള്ളതിൽ വീഡിയോ ഇല്ല. അപ്പം ഈ ചാനലിൽ 173ാമത്തെ ടോക്ക് സീരീസാണ്. വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്പർ വൈസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ടാണ് ഈ ഒരു ടോക്ക് തുടങ്ങിയിട്ടുള്ളത്. അത് ആത്മീയ മേഖലയിലും അല്ലെങ്കിൽ അന്ധവിശ്വാസം, എന്താണ് ആത്മീയത, എന്താണ് കോൺഷ്യസ്നസ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു ടോക്കും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടോക്കല്ല, അതാത് സമയത്ത് വരുന്നൊരു ടോപ്പിക്ക് വെച്ചൊന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നവർ കമൻറ്റിലൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്താൽ ഞാൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നൊരു ബുക്ക് ഞാൻ റെഫർ ചെയ്തപ്പോൾ അത് എൻ്റെ ഓഥർ ജോർജ് സരുണ്ടയിലാണ്. അത് സീനിയമസ് തിയോസഫിക്കൽ എന്നെ വിളിച്ചു പറയുമായിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നു, എൻ്റെ ഓർമ്മ വെച്ച് പറഞ്ഞതാണ്. അപ്പം ഞാൻ അത് കറക്റ്റ് ചെയ്യുകയാണ്. പിന്നെ അതിനകത്തൊരു കളേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ കളേഴ്സിനെ കുറിച്ച് ഒരു 5 കളേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്നെ വിളിച്ച് സാറ് പറഞ്ഞത്, ക്ലാറാം കോഡിൽ പറയുന്നത് അത് കളറല്ല, അത് നമ്മുടെ ഇമോഷണലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നുണ്ട്. അതും ഞാൻ ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. പേജ് നമ്പർ 7 ദ പ്ലേസ് സെലക്റ്റഡ് ഫോർ റിസീവിങ് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി എ സ്പോട്ട് കാൽക്കുലേറ്റഡ് നോട്ട് ടു ഡിസ്ട്രാക്ട്. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എന്താണ് ഈ സ്ഥലം? ദ പ്ലേസ് മസ്റ്റ് ബി സെറ്റ് അപ്പാർട്ട് ആൻഡ് യൂസ്ഡ് ഫോർ നോ അതർ പേർപ്പസ്. ഇങ്ങനെ നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലം സെലക്ട് ചെയ്യണമെന്നും ആ സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട്, വളരെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ പൂജാ റൂമിൻ്റെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതേസമയം ഒരു ഡൈനിങ് ടേബിളൊക്കെ വെച്ച് നമ്മൾ പലതും ചെയ്യും. ഒരിക്കലും ഒരു പൂജാ റൂമിനകത്ത് പോയി ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ നോട്ട് എഴുതുകയോ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. അങ്ങനെ ആയിരിക്കണം അത്. ദ പ്ലേസ് മസ്റ്റ് ബി സെറ്റ് അപ്പാർട്ട് ആൻഡ് യൂസ് ഫോർ നോ അതർ പേർപ്പസ്. ദ 5 സേക്രഡ് കളേഴ്സ്. ഈ 5 സേക്രഡ് കളേഴ്സാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത്. പല പൂജാ സ്ഥലങ്ങൾക്ക് നമുക്കിത് കാണാൻ പറ്റുമെന്ന്. ക്ലാറാം കോഡിൽ അത് വേറൊരു രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ലെഡ്ബീറ്ററിൻ്റെ ചക്രാസിലാണെങ്കിൽ അത് വേറൊരു രീതിയിലാണ് പറയുന്നത്. നമ്മൾ ഹീലിങ്ങിനൊക്കെ ഈ ചക്രാസിന് ഒരു കളർ വെച്ചിട്ട് നമ്മൾ കളേഴ്സിനെ ഹീൽ ചെയ്യും. അപ്പം കളർ തെറാപ്പി എന്ന് തന്നെ പറഞ്ഞൊരു പ്രത്യേക മേഖലയുണ്ട്. ഈ വൈദ്യം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കാലത്ത്, ഇന്നത്തെ കാലത്തല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പ് മരുന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പത്തെ കാലത്ത് അന്ന് റിസർച്ചിലുണ്ടായിരുന്നൊരു കാര്യമാണ് ഈ കളേഴ്സ് വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നെറ്റിലടിച്ച് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ ഒരു ബോട്ടിലിനകത്ത് വെള്ളം വെച്ചിട്ട് അത് കളർ പേപ്പർ വെച്ച് റാപ്പ് ചെയ്ത് സൺലൈറ്റ് അതിനകത്തൂടെ കൊള്ളിച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കളേഴ്സ് പല സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കളർ തെറാപ്പി എന്നൊരു തെറാപ്പി തന്നെ ഉണ്ട്. ഓരോ കളറിനും അതിൻ്റേതായ ഗുണവും അല്ലെങ്കിൽ ഇതുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ ദിവസങ്ങൾക്ക് ഓരോ ടൈപ്പ് ഡ്രസ്സ് ഇടണമെന്നും അങ്ങനെ ഒരു വലിയൊരു എന്താണ് പറയുന്ന ഒരു മേഖല അതിനകത്തുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കണോ ഇല്ലയോ എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ താന്ത്രിക്കാണോ, ഇതൊക്കെ തന്ത്രപരമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ യോഗ റിലേറ്റഡ് ആണോ? ഇപ്പോൾ കാവ്യ ഉടുത്താൽ യോഗിക്ക് ഇത് വരുമോ? മഞ്ഞ യൂസ് ചെയ്താൽ യോഗിക്ക് ഇത് വരുമോ? ചില കളറിനൊക്കെ സീക്രട്ട് ഇതുണ്ട്. നമ്മളിതിനെ ഒന്നും എതിർത്തിട്ട് കാര്യമില്ല. കാര്യം ഇത് പഠിക്കാതെ ഈ മേഖലയെ വന്ന് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് എവിടെ എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ദ 5 സേക്രഡ് കളേഴ്സ് ആർ ദ പ്രിസ്മാറ്റിക് ഹ്യൂസ് അറേഞ്ച്ഡ് ഇൻ എ സർട്ടൺ വേ ആസ് ദീസ് കളേഴ്സ് ആർ വെരി മാഗ്നറ്റിക്. ഈ കളേഴ്സ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഈ കളർ മാഗ്നറ്റിക് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കളേഴ്സിന് പവറുണ്ട്. ബൈ മാലിഗ്നൻ്റ് ഇൻഫ്ലുവൻസ്. ഈ മാലിഗ്നൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുദ്ദേശത്തിനോടാണോ
എന്ന് പറയുന്നത് അതുണ്ട്. പിന്നെ നമ്മുടെ നേച്ചറിൽ തന്നെ ദൈവഗണവും അസുരഗണവും ഉണ്ട്. ക്രിസ്ത്യൻസ് അതിനകത്ത് ഗോഡ് അല്ലെങ്കിൽ ഏഞ്ചൽ അല്ലെങ്കിൽ ഡെവിൾ അല്ലെങ്കിൽ ഡെമൺ എന്ന് പറയും. അതാണ് കുട്ടിച്ചാത്താൻ സേവ എന്നൊക്കെ ഇവിടെ പറയുന്നത് പോലെ. മൈ മാലിഗ്നൻ്റ് ഇൻഫ്ലുവൻസസ് ആർ മെൻറ്റ് എനി ഡിസ്റ്റർബൻസ് ത്രൂ സ്ട്രൈപ്സ്, കോറൽസ്, ബാഡ് ഫീലിങ്സ്, ഇങ്ങനെയുള്ള വഴക്ക് കൂടുക, അല്ലെങ്കിൽ മോശമായ ഫീലിംഗ് വരിക, ഇതൊക്കെ. ആസ് ദീസ് ആർ സെറ്റ് ടു ഇംപ്രസ് ദംസെൽസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ദി ആസ്ട്രൽ ലൈറ്റ്. ഇതെല്ലാം ആ സാധകൻ്റെ ആസ്ട്രൽ ലൈറ്റിനെ ബാധിക്കും. ആസ്ട്രൽ ലൈറ്റ് ഇതിനകത്ത് നമ്മൾ 7 പ്ലെയിൻസിൽ എന്താണ് ഫിസിക്കൽ, ആസ്ട്രൽ, ലോവർ ബോഡി, ഹയർ ബോഡി, അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക, വായിച്ച് നോക്കുക, അത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ പ്ലേസ്, അത് ഫിസിക്കൽ ബോഡിക്കാണെങ്കിൽ ഓരോ സ്ഥലത്തിനും ആസ്ട്രൽ ലൈറ്റ് ഉണ്ട്. ആൻഡ് ടു ഹാങ് അബൌട്ട് ഇൻ ദ എയർ, ഇത് അന്തരീക്ഷത്തിൽ കാണും. അതായത് നമ്മുടെ ഒരു ചിന്ത പോലും എന്തോന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇതിങ്ങനെ എയറിൽ നിൽക്കും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പം റേഡിയോയുടെ ചാനൽ ഇതിൽ കൂടെ പോകുന്നുണ്ട്, മൊബൈലിൻ്റെ ചാനൽ ഇതിൽ കൂടെ പോകുന്നുണ്ടെന്ന് പറയുന്നത് പോലെ മാലിഗ്നൻ്റ് ആയിട്ടുള്ള, അതായത് നെഗറ്റീവായിട്ടുള്ളത് കാണും. ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ പ്ലേസ് ആൻഡ് ടു ഹാങ് അബൌട്ട് ഇൻ ദ എയർ, അത് ആ അന്തരീക്ഷത്തിൽ കാണും. ഇതിൽ പറയുന്നത് ദ ഫസ്റ്റ് കണ്ടീഷൻ സീംസ് ഈസി, ആദ്യത്തെ കണ്ടീഷൻ എളുപ്പമാണ്. ഏതാ? ഈ സ്ഥലം വേറെ ആരും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. ഓൺ ഫെർദർ കൺസിഡറേഷൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വൺ ടു ഒബ്റ്റെയിൻ, എന്നാൽ അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഇതിനൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഇനി ഈ സ്ഥലം കണ്ടെത്തുന്നത് ഇതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്ക്രിപ്റ്റേഴ്സിനകത്തും പറയുന്നുണ്ട്. സ്ക്രിപ്റ്റേഴ്സിൽ മെയിനായിട്ട് പറയുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഖുറാനിൽ പറയുന്നെങ്കിൽ സൂഫിസത്തിനകത്ത് പറയും, അല്ലെങ്കിൽ ബൈബിൾ പറയുന്നില്ലെങ്കിൽ അവരുടെ പ്രോഫറ്റ്സിൻ്റെ ബുക്കിൽ കാണും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുണ്ടെന്നും എല്ലാവർക്കും ഇതറിയാം. ഇനി ആരാ പ്രാക്ടീസ് ചെയ്യുന്നത്? കുറച്ച് ആൾക്കാരാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ആസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞ ആസ്ട്രോളജിയൊക്കെ ഈ ഒക്കൾട്ടിസത്തിൽ വരുന്നതാണ്. ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിലെ ഒരു സബ്ജക്റ്റ് ആസ്ട്രോളജി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിതിനെ എതിർക്കുകയാണ്. എന്ത് ബേസിസ്? ഈ ചുമ്മാ എന്തിനെ എതിർത്തിട്ട് കാര്യമില്ല. എതിർക്കുന്നവർ ഒരു സ്ഥലത്തും എത്തുന്നില്ല. ആസ്ട്രോളജി അക്സെപ്റ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ആസ്ട്രോളജി ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഇത് പഠിച്ചിട്ട് അവരവരുടെ ആസ്ട്രോളജി എടുത്ത് നോക്കുക, ഇത് കറക്റ്റാണോ എന്ന്. നോക്കിയാൽ 90% കറക്റ്റാണ്, 100% കറക്റ്റ് ആവത്തില്ല. അത് എന്തുകൊണ്ട് 100% കറക്റ്റ് ആവത്തില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മീയതയിൽ നമ്മൾ പറയുന്നുണ്ട്. ആസ്ട്രോളജി എന്ന് പറയുന്നത് കർമ്മ അനുസരിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ഈ അറിവിലൂടെ കടക്കുകയും നമ്മൾ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെയും പോകുമ്പോൾ, അൺകണ്ടീഷണൽ ലവും സർവീസിലേക്ക് പോകുമ്പം ആ കർമ്മ ഇല്ലാതാവും. അപ്പോൾ ഇത് ഓരോരുത്തരുമാണ് മാറ്റുന്നത്. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ഇതിലാണെന്ന് ഒരു ആസ്ട്രോളജി ഫേസ് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവത്തില്ല. അയാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇത് ശാസ്ത്രമാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ വരാഞ്ഞാൽ ഇത് വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്. എനിക്കറിയാവുന്നൊരു ആസ്ട്രോളജർ ഉണ്ട്. ഞാൻ പുള്ളിയെടുത്ത് വെച്ചുള്ളൂ, അത് എൻ്റെ അടുത്ത് പരീക്ഷ ജയിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഞാൻ ചിലതൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർ ചെയ്യും. കല്യാണം നടക്കാത്ത കേസുകളിൽ ഞാൻ പറഞ്ഞു അവരുടെ കാര്യം നടക്കും. ശരിയാണ്, ആസ്ട്രോളജറിൻ്റെ പോകുന്നു, കാര്യം നടക്കുന്നു. എല്ലാവർക്കും നടക്കുന്നു എന്ന് വെച്ചാൽ എല്ലാവർക്കും നടക്കുന്നില്ല. അതുകൊണ്ട് ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് ശരിയാണ്. പക്ഷേ യഥാർത്ഥം അതല്ല എന്ന് നമ്മുടെ ഈ പാതയിലൂടെ പോകുമ്പം നമുക്കത് മനസ്സിലായി വരും. ഇനി ബിഫോർ ദ ഡിസൈപ്പിൾ ഷാൽ ബി പെർമിറ്റഡ് ടു സ്റ്റഡി. ഇവിടെ ഡിസൈപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഈ പാതയിൽ ഗുപ്തവിദ്യ അറിയാൻ ശ്രമിച്ച് ഇതിലേക്ക് കടക്കുന്ന നമ്മളാണ്. ബിഫോർ ദ ഡിസൈപ്പിൾ ഷാൽ ബി പെർമിറ്റഡ് ടു സ്റ്റഡി, പഠിക്കുക എങ്ങനെയാണ്? ഫേസ് ടു ഫേസ്, മുഖാമുഖം, ഫേസ് ടു ഫേസ്. ഹി ഹാസ് ടു അക്വയർ പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് ഇതിൽ നിന്നല്ല. ഏത് കാര്യം നമുക്ക് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഒരു പട്ടം ഉണ്ടാക്കി ആ പട്ടം പറത്തണമെങ്കിൽ, അല്ലെങ്കിൽ നടക്കണമെങ്കിൽ, ഒരു സൈക്കിള് ഓടിക്കണമെങ്കിൽ, ഇതിനെല്ലാം ഹാസ് ടു അക്വയർ പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പം നമ്മളെല്ലാം ഈ മനസ്സിനെ കുറിച്ച് പറയും. മനസ്സാണ് ഏറ്റവും വലിയ ശത്രു. ഈ പേഴ്സണാലിറ്റി, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്നതെല്ലാം
എന്താണ് പറയുന്നത്, ജഡമാണ്, അത് അജ്ഞാനമാണ്, അൺറിയലാണെന്നൊക്കെ പറയുമ്പോഴും മനസ്സിൻ്റെ തിയോസഫിയുടെ ഈസോട്ടിക് ബുക്കുകളിലെല്ലാം, അത് ജെഫ്രി ഓട്സൻ്റെ ബുക്കിലായാലും ജോർജ് അരുണ്ടേലിൻ്റെ ആണെങ്കിലും ക്ലാര ആം കോഡിലാണെങ്കിലും, ഞാൻ സ്പെസിഫിക് ഏത് ബുക്കിലാണെന്ന് ഓർക്കുന്നില്ല, ഇവിടെ ഏതോ ഒരു ബുക്കിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഈ മൈൻഡ് എപ്പോഴും എന്താണ് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ സംഭവത്തെ, നടന്ന സംഭവത്തെ, പാസ്റ്റിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ആയിരിക്കും ആലോചിക്കുന്നത്. പ്രസൻറ്റിൽ നമ്മൾ വളരെ ചുരുക്കമേ ഉള്ളൂ. പ്രസൻറ്റിൽ നിൽക്കുന്നതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർ ആക്ച്വലി എന്നെ കേൾക്കുന്നില്ല. ഞാൻ ഈ പറയുന്നതും അവർ ഇതുവരെ കേട്ടതുമായിട്ട് കമ്പയർ ചെയ്യണം. അത് ഇമേജിംഗ് ആണ്, അത് പാസ്റ്റിലാണ്. അപ്പം ഈ അണ്ടർസ്റ്റാൻഡിങ് വേണം. അണ്ടർസ്റ്റാൻഡിങ് മൈൻഡിലാണ് വരേണ്ടത്. എങ്ങനെയാണ് ജിത്തു കൃഷ്ണമൂർത്തി കണ്ടിന്യൂസ് ആയിട്ട് വേർഡ് യൂസ് ചെയ്യും, അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കേട്ട് എന്ത് അണ്ടർസ്റ്റാൻഡിങ്, ഈ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലേ? അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഈ മനസ്സിൻ്റെ ചാഞ്ചാട്ടം, മനസ്സിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇവർ കമ്പയർ ചെയ്യുന്നത് മൈൻഡ് ഇസ് എ മങ്കി എന്നാണ് പറയുന്നത്. അതെന്താണ്? ഞാൻ ആലോചിക്കും, എന്താ ഇവർ കുരങ്ങനെ കൊച്ചായിട്ട് പറയുകയാണ്? അല്ല, ഈ കുരങ്ങൻ്റെ സ്വഭാവം നമുക്കറിയാം. ഇതൊരു ചെടി നിൽക്കത്തില്ല. ഇപ്പോൾ 5 മാവ് അടുത്തടുത്ത് നിൽക്കുക എന്ന് വിചാരിക്കുക, എല്ലാത്തിനകത്തും ഒരേ മാങ്ങയായിരിക്കും, പക്ഷേ ഇതിൽ നിന്നൊന്ന് കടിച്ച് ഇവിടെ നിന്ന് ചാടി അപ്പുറത്ത് പോയി. അപ്പോൾ മൈൻഡ് ഇസ് ലൈക്ക് എ മങ്കി എന്ന് പറയാൻ കാരണം, അത് നല്ല ഉദാഹരണമാണ്. ചാടി മനസ്സ് നിൽക്കും. ഒരു ദിവസം 70,000 തോട്ടുണ്ട്. ഈ 70,000 തോട്ടിന് ഒരു സുപ്രഭാതത്തിൽ നമുക്കിത് 0 ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പറ്റിയാൽ നല്ലത്. പക്ഷേ പറ്റുന്ന സാധ്യത കുറവാണ്, അല്ലെങ്കിൽ അത് പാടാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കണം? മനസ്സിനെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവരണം. ഇതാണ് ജിത്തു കൃഷ്ണമൂർത്തി പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്. ജിത്തു കൃഷ്ണമൂർത്തി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇയാൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇയാളൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇന്ത്യയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ആരെങ്കിലും ഒരാളെ ഫോളോ ചെയ്യുക. ഒന്നെങ്കിൽ ജിത്തു കൃഷ്ണമൂർത്തിയെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ രമണ മഹർഷിയെ ഫോളോ ചെയ്യുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എക്കാട്ടുള്ളയെ ഫോളോ ചെയ്യുക. പവർ ഓഫ് നോ എഴുതിയ ആൾ ഒന്നിനെയും ഫോളോ ചെയ്യത്തില്ല. അതാണ് മൗണ്ട് എവറസ്റ്റിലെ എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾ പോയി എല്ലാം കുടിച്ച് എല്ലാം കഴിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് അനുയോജ്യമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ തിയോസഫിയിലോ ആർട്ട് ഓഫ് ലിവിങ്ങിലോ ഈഷയിലോ പുട്ടപ്പുറത്തിയിലോ ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഇവർ പറയുന്ന ഫെയ്ത്ത്. നമുക്കൊരു വിശ്വാസം വരണം. അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഇൻ എ സെലക്ട് കമ്പനി ഓഫ് അതർ lay upasaka disciples, the number of whom must be odd. അതിനകത്ത് പറയുന്നത് കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലി സത്സംഗ് എന്നൊക്കെ പറയുന്ന കണക്ക് അത് എല്ലാ സ്ഥലത്തും നമ്മൾ പറയും. ഒരു കുട്ടി നന്നാവുന്നതും ചീത്തയാവുന്നതും അയാളുടെ കൂട്ടുകെട്ടാണ്. പാരൻസ് വരുമ്പം, അല്ലെങ്കിൽ പാരൻസിനോട് ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കുട്ടിയുടെ 5 സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരുടെ സം ടോട്ടലാണ് നിങ്ങളുടെ കുട്ടിയുടെ സ്വഭാവം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ സ്വഭാവം അതാണ്. നമ്മൾ നിരന്തരം ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, എന്താണ് നമ്മൾ നിരന്തരം വായിക്കുന്നത്, കേൾക്കുന്നത്, അത് നമ്മളായിട്ട് മാറും. അപ്പം പിന്നെ സെലക്ട് കമ്പനി ഓഫ് അതർ ലേ ഉപാസക എന്നുള്ളത് ബ്രാക്കറ്റിൽ ഡിസൈപ്പിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ ഓഫ് ഹൂം മസ്റ്റ് ബി ഓഡ്. അത് നമ്മളിനി റിസർച്ച് നടത്തി എന്താണ് അവിടെ ഓഡെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈവൻ പാടില്ലയോ, അതെന്താണ് ബ്ലവസ്ലി ഉദ്ദേശിക്കുന്നത്, നമുക്കിനി വേറെ ഏതെങ്കിലും ബുക്ക് എടുത്ത് വെച്ച് എക്സ്പ്ലനേഷൻ നമ്മൾ എടുക്കേണ്ടി വരും. നമ്പേഴ്സിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും 13 എന്ന് പറയുന്ന നമ്പർ എവിടെ പോയാലും കാണത്തില്ല. കോടതിയിൽ ചെന്നാലും കാണത്തില്ല. ഇനി ആർക്കെങ്കിലും കഷ്ടകാലത്തിന് 13, ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു പാർക്കിംഗ് ഏരിയയിൽ 13 കിട്ടി. പുള്ളി അത് 13A ആക്കി. ഏതാ? കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിയല്ല ഉദ്ദേശിച്ചത്, ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നതറിയാം, എന്തായാലും പുലിന് ഇത് കാരണം നമുക്കൊരു മെനക്കേട് വരണ്ട എന്നാണ് നമ്പറിനെ കുറിച്ച് പറയുന്നത്. ഇനി ചിലരുടെ പേരെടുത്തു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് എല്ലാം തെറ്റാണ്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താ, ന്യൂമറോളജിയാണ്. അപ്പം നേരത്തെ പറഞ്ഞ കളറിന് പ്രസക്തിയുണ്ടോ? കളറിന് പ്രസക്തിയുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ എതിർക്കുന്നു. നമ്പേഴ്സിനും പ്രസക്തിയുണ്ട്.
ചിലർ പറയും 369 ടെക്സ്ല 369 പറഞ്ഞാൽ മതി, ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഏറ്റവും. അതെന്താണ് 369? ടെക്സ്ല ഉപയോഗിച്ചതാണ് 369 എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ അടിച്ച് കസർത്തുന്നുണ്ട്. സംഭവം ബേസിക്കലി പവർ ഓഫ് നമ്പേഴ്സാണ്. ചിലർ വണ്ടി സെലക്ട് ചെയ്യുമ്പം അവിടെ നമ്മൾ നോക്കാറില്ലേ, ഓഡ് ആവാൻ പാടില്ല, ഈവൻ ആവാൻ പാടില്ല, കൂട്ടിയാൽ 2 വരാൻ പാടില്ല, ഇതൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചക്കയാണ് മാങ്ങയാണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ എല്ലാവരും ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു എന്നല്ലാതെ ഇതിൻ്റെ പുറത്തൊരു സയൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. സാധാരണക്കാരെ അന്വേഷിക്കേണ്ട. സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതല്ല ഒക്കൾട്ടിസം. ഗുപ്തവിദ്യ സാധാരണക്കാർക്ക് വഴങ്ങുന്നതും അല്ല. ഇനി അതിൽ പറയുന്നത് ഫേസ് ടു ഫേസ് എന്താണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫേസ് ടു ഫേസ് മീൻസ് ഇൻ ദിസ് ഇൻസ്റ്റൻസ് എ സ്റ്റഡി ഇൻഡിപെൻഡൻറ്റ് ഓർ അപ്പാർട്ട് ഫ്രം അതേഴ്സ്. ഇത് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിരിക്കും ഈ പഠനം. എന്താണ്? വെൻ ദ ഡിസൈപ്പിൾ ഗെറ്റ്സ് ഹിസ് ഇൻസ്ട്രക്ഷൻ, ഡിസൈപ്പിളിന് ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ എവിടെ നിന്നാണ്? ഫേസ് ടു ഫേസ്. പിന്നെ ആ ഫേസ് ടു ഫേസ് പറയുന്നുണ്ട്. ഫേസ് ടു ഫേസ് ഐദർ വിത്ത് ഹിംസെൽഫ്, ഒന്നുകിൽ തൻ്റെ അകത്തുനിന്ന് തൻ്റെ ഇൻഡ്യൂഷൻ, നമ്മൾ തത്വമസി എന്ന് പറയുന്നുണ്ടല്ലോ, അത് നീ തന്നെയാണ് എന്ന് ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നതും ഈ ശ്രീനാരായണ ഗുരു 80 ക്ഷേത്രങ്ങൾ പണിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 2 ക്ഷേത്രത്തിൽ കണ്ണാടി കൊണ്ട് വെച്ചിട്ട് അവനവനിലുള്ള ദൈവത്തെ തിരിച്ചറിയാൻ പറഞ്ഞതുപോലെ, ഒന്നെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് എങ്ങനെയാണ്? നമ്മളിരിക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഷാഡോ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരൂപം ഇരിക്കുന്നു. അതാണ് ഇവിടെ ഫേസ് ടു. ആ പ്രതിരൂപം എന്താണ്? ഒന്ന് ഡിവൈനാണ്, ഒന്ന് ഡിവൈൻ അല്ല. എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടക്കുമ്പോൾ നമ്മൾ വേതാളമാണ്, അസുരവർഗമാണ്. അപ്പം നമ്മളിലുള്ള അസുരവർഗവും ആ അസുരവർഗം ഏതാ? ദൈവഗണത്തെ അല്ലെങ്കിൽ ഏഞ്ചലിനെ, നമ്മുടെ ഉള്ളിലുള്ള ഏഞ്ചലിന് നമ്മുടേതായ ഡെവിളിൻ്റെ അംശങ്ങൾ ഏതാ? കാമം, ക്രോധം, ലോഭം, മോഹം ഒക്കെ ഉള്ളതുണ്ടല്ലോ, അത് വെച്ച് ഇതിനെ മാറ്റി വരയ്ക്കാനാണ് പറയുന്നത്. ഓർ ഹിസ് ഗുരു. ഇനി അതല്ല, ഗുരു നമുക്ക് ഡയറക്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സുനിൽ ഗവാസ്കർ പറയുന്നുണ്ട് സത്യസായി ബാബ പ്രത്യക്ഷപ്പെട്ടു. സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നുണ്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടവരുണ്ട്. ഡയറക്റ്റ് കാളിയെ പ്രത്യക്ഷപ്പെടുത്തിയത് വിവേകാനന്ദൻ്റെ ഗുരു രാമകൃഷ്ണ പരമഹംസർ. നമ്മുടെ ശങ്കരാചാര്യർ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ശിവനെ ഡയറക്റ്റ് കണ്ടു, പക്ഷെ ശിവനെ ചണ്ടാളാന്ന് വിളിച്ചു. അപ്പം അങ്ങനെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതനുസരിച്ച് കണ്ടവരുണ്ട്, കാണാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ എന്താണ്? ജ്ഞാനയോഗയിലാണ്. അവർക്ക് പുറത്ത് രൂപം കാണത്തില്ല, പക്ഷേ ഉള്ളിൽ അവർക്ക് കാണാൻ പറ്റും. അതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാസ്റ്റേഴ്സ് എന്ന് തിയോസഫിക്കയിൽ പറയുന്നല്ലോ, ആരുടെയെങ്കിലും പോയി ചോദിച്ചു നോക്കി മാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടോയെന്ന്. അത് നമ്മുടെ അറിവിൽ ആരും കണ്ടിട്ടില്ല. പണ്ടൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. മാസ്റ്റേഴ്സിൻ്റെ ലെറ്റേഴ്സ് ഉണ്ട്. അതെന്താണ്? മാസ്റ്റർ ഏതാ? ടൈം ആൻഡ് സ്പേസിന് അപ്പുറത്തുനിന്ന് എഴുതിയിട്ട് ആ ലെറ്റർ മാനത്തുനിന്ന് താഴെ വീണ് അതെടുത്ത് റീഡ് ചെയ്ത് അതിൻ്റെ ബുക്കുണ്ട്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, ബുക്കുണ്ട്. അതിനകത്ത് ആരാണ് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്നെ ഞെട്ടിച്ച കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അതിനകത്തുണ്ട്. ഒരു തിയോസഫി അടയാറിൽ പേര് ഇപ്പോൾ മറന്നുപോയി, റെക്കോർഡഡാണ്. ഇതിപ്പോൾ വീക്ക്ലി ഒരിക്കൽ നമ്മുടെ ഇന്ത്യൻ സെഷൻ്റെ ലെറ്റർ ഫ്രം മാസ്റ്റേഴ്സിൻ്റെ സീരീസ് ഉണ്ട്. ഓൺലൈനിൽ കയറി അടിച്ചു നോക്കിയാൽ നമുക്കത് കാണാം. അപ്പോൾ അടയാറിൽ ഒരു സ്ഥലത്ത് ഒരാൾ, ഒരു ഡിസൈപ്പിൾ താമസിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു മെമ്പർ താമസിക്കാൻ വരികയാണ്. മാസ്റ്റർ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആ വീട്ടിൽ സൂക്ഷിച്ചു താമസിക്കണം. അവിടെ കുറച്ച് ഡെവിൾ ഫോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രേതവും പിശാചും എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് പോളിഷായിട്ട് ഇംഗ്ലീഷിൽ ഡെവിളിനോ നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ആരെങ്കിലും അസ്ട്രോളജറിനെ വിളിച്ചു അമ്പലത്തിൽ ചെന്ന് പൂജ കൊടുത്ത് 1 ലക്ഷം രൂപ മുടക്കി ആ വഴിക്ക് പോകും. എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനിതൊരു ക്ലാസ്സിലാണ് കേട്ടത്. പിന്നെ ഞാൻ ഇത് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നുണ്ട്. എന്താ അതിൽ പറയുന്നത്? നമ്മൾ തിരി കത്തിക്കണം. പിന്നെ അതുപോലെയുള്ള കുറേ ഫ്ലേവേഴ്സ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇനി ആരുടെങ്കിലും പറഞ്ഞാൽ ഇവർ ആദ്യം എന്ത് പറയുന്നറിയാം? ഇവന്മാരെല്ലാം മന്ത്രവാദികളാണ്, ഇവന്മാരെല്ലാം വലിയ കുഴപ്പക്കാരന്മാരാണ്,
ഇവന്മാർ അതാണ് ഇതാണ്, ഇവന്മാർ ഇലുമിനിറ്റിയുടെ ആൾക്കാരാണ്, ഇവന്മാർ ഫ്രീമേസൻ്റെ ആൾക്കാരാണ്, ഇവർ വലിയ കുഴപ്പമാണെന്ന് ഇവർ പറയും. പക്ഷേ ഇത് റെക്കോർഡഡ് ആണ്. തിയോസഫിയിൽ ഇത് റെക്കോർഡഡ് ആണ്. യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് അത് കേട്ട് ആ വഴിക്ക് പോകാനും പ്രേതവും പിശാചും വിശ്വസിക്കാനുമല്ല. നേരത്തെ പറഞ്ഞാണ്, ദൈവത്തെ കണ്ടവരുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട. പ്രേതത്തിനെ നമ്മൾ കണ്ടിട്ടില്ല, വിശ്വസിക്കേണ്ട. വേറൊരാൾ കണ്ടാൽ നമ്മൾ അതിനെ എതിർക്കാനും പോകണ്ട. കാര്യം എന്താ, നമ്മൾ എന്ത് റെസിസ്റ്റ് ചെയ്യുന്നു ആ സാധനം നമ്മളിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ആ വഴിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം എങ്ങനെയാണ് ഈ പഠിത്തം മുമ്പോട്ട്? അപ്പോൾ ഫേസ് ടു ഫേസിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഹിസ് ഗുരു. അപ്പോൾ ആ ഗുരു മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തത്തില്ല. ഇതിലൊരു 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഒരു 4 കമ്പാർട്ട്മെൻറ്റിലാണ്, ഈ 4 കമ്പാർട്ട്മെൻറ്റിലൂടെയാണ് പോകുന്നത്. അതിപ്പോൾ ഒരാൾ PGക്ക് ഇംഗ്ലീഷ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നു, മലയാളം സ്പെഷ്യലൈസേഷൻ, ലോ എടുക്കുന്നു, കോമേഴ്സ് എടുക്കുന്നു, മാനേജ്മെൻറ്റ് എടുക്കുന്നതെന്നാണ് കണക്ക് വിചാരിച്ചാൽ മതി. 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ജ്ഞാനയോഗിയാണെങ്കിൽ രമണ മഹർഷിക്ക് ദൈവവും ഇല്ല, ആരുമില്ല, പുറത്തൊന്നുമില്ല, രണ്ടായി കണ്ടാൽ ഉണ്ടല്ലെന്ന് പറയും. ഭക്തിയോഗയാണോ? ഭക്തിയോഗമാണെങ്കിൽ നമ്മൾ പറയും, നിങ്ങൾ ഗുരുവായൂരപ്പനെയാണ് പ്രാർത്ഥിച്ചോളൂ, ഗണപതിയാണ് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ 2 ഉണ്ടോ? അവിടെ 2 ഉണ്ട്. ഇനി അടുത്തത് കർമ്മയോഗി. ആര് പറഞ്ഞാലും ജോലി അവനവൻ ഏറ്റെടുത്ത കാര്യം ചെയ്യുക, മഹാത്മാഗാന്ധിജി, കർമ്മത്തിലൂടെ ചെയ്യുക. രാജയോഗ എന്താ? അവിടെ യോഗ, മെഡിറ്റേഷൻ. ഇപ്പം നമ്മൾ വളരെ പ്രചാരം ഉണ്ടല്ലോ, യോഗ ചെയ്താൽ നമ്മൾ യോഗിയാവും, രാജയോഗിയിലാവും. ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നുകൊണ്ട് വേണം. ഗുരു അകത്താണോ? ആർക്കാണ്? ജ്ഞാനയോഗിക്ക് അകത്താണ്. ഭക്തി യോഗിക്കാണോ? അല്ല. ഇത് തിരിച്ചറിയാതെ മാസ്റ്റർ വരും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ 68 പേര് മാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്ന് എൻ്റെ കയ്യിൽ ഡേറ്റ ഇല്ല. 62 പേരും ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ ബുക്ക് എഴുതിയിട്ടുള്ളവരാരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്നും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 68 പേര് കണ്ടിട്ടുണ്ട് തിയോസഫി മാസ്റ്റേഴ്സിന്, ഹിസ് ഗുരു. ഇനി കണ്ട പ്രമുഖരായിട്ടുള്ളതിൽ ആനി ബസന്റ് കണ്ടിട്ടുണ്ട്. ആനി ബസന്റ് ആദ്യം കാണുമ്പോൾ പേടിക്കാതിരിക്കാൻ ലെഡ് ബീറ്റർ പറയുന്നുണ്ട്. ഏതാ? മാസ്റ്റേഴ്സിൻ്റെ അടുത്ത്, ഇതുവരെ കണ്ടിട്ടില്ല, അപ്പോൾ പേടിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അൺബിലീവബിളാണ്. ഞാൻ പറയുന്നത്, നമുക്ക് വിശ്വാസമുള്ള മേഖലയിലേക്ക് കടക്കാവും, ആവശ്യമില്ലാത്ത മേഖലയിലോട്ട് ഇരുട്ടത്ത് യാത്ര ചെയ്യാൻ പാടില്ല. അവിടെ ചെന്നാൽ കാട്ടിനകത്ത് നിന്നാൽ നിങ്ങൾ പേടിക്കും. ഇല്ല, ഞാൻ ഇരുട്ടിൽ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മൃഗമായിരിക്കും ശബ്ദം ഉണ്ടാക്കുന്നത്. പക്ഷേ വിശ്വാസത്തോട് കൂടി പോയാൽ നമ്മൾ ആ വനം കടന്നു പോകും. ഇനി ഹിസ് ഗുരു, ഇറ്റ് ഈസ് ദെൻ ഓൺലി അറ്റ് ദറ്റ് ഈച്ച് റിസീവ്സ് ഹിസ് ഡ്യൂ ഓഫ് ഇൻഫർമേഷൻ. ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനെ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് എന്താ, ഇത് ചെക്ക് ചെയ്ത് നോക്കും, മര്യാദക്കാണോ ഇപ്പം മുമ്പോട്ട് പോകുന്നത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം കൂടെ കൊടുക്കുകയല്ല. ഈ കൊടുക്കുക കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാനും കിട്ടാനും ഇല്ല. ഓതൻറ്റിക് പവർ, നമ്മുടെ ഉള്ളിലുള്ള ഇൻഡ്യൂട്ടീവ് പവർ തെളിഞ്ഞു വരും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇസ് ഡ്യൂ ഇസ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അക്കോർഡിംഗ് ടു ദ യൂസ് ഹി ഹാസ് മെയ്ഡ് ഓഫ് ഹിസ് നോളജ്. എന്നിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്തെന്നും കൂടെ നോക്കും. നമുക്കത് വളരെ ടിപ്പിക്കൽ എക്സാമ്പിൾ നമുക്ക് എടുക്കാവുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ നമ്മുടെ ഹിന്ദു മിത്തോളജി അനുസരിച്ചിട്ട് ഈ പൈസയുടെ ഗോഡ് അല്ലെങ്കിൽ ഗോഡസ് എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. അപ്പോൾ പൈസ ആരുടെ അടുത്താണ് നിലയ്ക്കുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ചിലരുടെ എത്ര പൈസ വന്നാലും പൈസ കാണത്തില്ല. ചിലരിൽ കുറച്ച് പൈസയെ വരത്തുള്ളൂ, ഇഷ്ടം പോലെ പൈസ. ഇതെന്താണ് എന്ന് ഈ സയൻസിൻ്റെ പുറകിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിനും ഒരു ലോ ഉണ്ട്. അപ്പം എല്ലാ മേഖലയിലും ഇതുണ്ട്. അതിന് സ്പെഷ്യലൈസ്ഡ് ആൾക്കാരാണെന്നുള്ളത്. പൈസ വേണോ? എന്നാൽ നിങ്ങൾ ഇന്ന ആളെ കാണണം. ഓൺലൈനിലാണെങ്കിൽ പണ്ടത്തെ പോലെ നമ്മൾ എവിടെയും പോകണ്ട. 25,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അവരുടെ ചെന്ന് അവരെല്ലാം ക്യാപ്സൂൾ പരുവത്തിൽ തരും. ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നമുക്ക് ചുറ്റും എല്ലാ കാലത്തും ഇത് കച്ചവടമാക്കി വിൽക്കുന്നവരുണ്ട്. ഒരിക്കൽ ചട്ടമ്പി സ്വാമിയുടെ അടുത്തൊരു സ്ത്രീ എന്ന് എന്തോ പ്രശ്നം പറഞ്ഞപ്പം ചട്ടമ്പി സ്വാമി ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു.
അത് ബയോഗ്രഫിയിലുണ്ട്, ഞാൻ മന്ത്രം ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല, ഇനി ഞാൻ പറഞ്ഞത് ആരെങ്കിലും എടുത്ത് യൂസ് ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം മന്ത്രമൊക്കെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പൈസയ്ക്ക് വിൽക്കുന്നുണ്ടല്ലേ എന്ന്. അന്നേ ഇത് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, ഇന്നും അത് തന്നെ നടക്കുന്നു. ആരെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലയിൽ എന്തെങ്കിലും തരാൻ തയ്യാറുള്ള ഒരാളെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. ഒരാളും ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്, ഈസ് ഗുരു. അപ്പോൾ ഇത് കച്ചവടമാണെന്ന് പറയുകയാണ്. കച്ചവടത്തിന് പോയാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നമ്മളും കച്ചവടക്കാരനാവേണ്ടി വരും, അത്രയേ ഉള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നമുക്കും പൈസ കിട്ടണം. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തൊരു ട്രാൻസ്ഫർ വാങ്ങിച്ചാൽ ആ ട്രാൻസ്ഫർ കൊടുത്ത പൈസ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയാണ് പൈസ കൊടുത്ത് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. ഇറ്റ് ഈസ് ദെൻ ഓൺലി ഈച്ച് റിസീവ്സ് ഹിസ് ഡ്യൂ ഇൻഫർമേഷൻ അക്കോർഡിംഗ് ടു ദ യൂസ് ഹി ഹാസ് മെയ്ഡ് ഓഫ് ഹിസ് നോളജ്. ദിസ് ക്യാൻ ഹാപ്പൻ ഓൺലി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സൈക്കിൾ ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പം ആ ഒരു സൈക്കിൾ തീരുമ്പോഴേ നമുക്ക് മൊത്തം കിട്ടത്തുള്ളൂ. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ പത്താം ക്ലാസ്സിലുള്ളത് 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കത്തില്ല. 1-ാം ക്ലാസ് പാസ്സായി വന്നാലേ എന്ന് പറയുന്ന കണക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോഴും എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞു, ഏതാണ്, ഒന്നെങ്കിൽ നമ്മുടെ അകത്തുനിന്ന്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനെ കാണാൻ പറ്റുമെങ്കിൽ മാസ്റ്റർ ആയിരിക്കും ഇത് തരുന്നത്. ഇതൊക്കെ നമ്മൾ ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയൊക്കെ എടുത്ത ഇവരും കുറേ ആൾക്കാരുടെ പുറകെ പോയിട്ടുണ്ട്. അവരുടെ പേരുൾപ്പെടെ ഇവരുടെ ജീവചരിത്രത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു 100-200ഓളം പുസ്തകം അവൈലബിളാണ് ശങ്കരാചാര്യരെ കുറിച്ചുമൊക്കെ. അപ്പോൾ ശങ്കരാചാര്യരെ കുറിച്ചാണെങ്കിൽ പറയാം, അത് തോത്താഗിരി വന്നപ്പോഴാണ് കിട്ടിയതെന്ന് പറയും. ഇവിടെ പറയും ഇന്ന ആളെ കണ്ടപ്പോൾ, ഒരു സ്ത്രീയെ കണ്ടപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിന് കിട്ടി. ഇതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. എന്തായാലും ഇവരും ഇത് പഠിക്കാൻ ഇറങ്ങിയവരാണ്. ഇവരും പലരുടെ നിന്നും പുസ്തകത്തിൽ നിന്നൊക്കെ പഠിച്ചവരാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ബിഫോർ, മൂന്നാമത്താണ് ബിഫോർ ദോ. അവിടെ ദോ എന്ന് പറയുന്നത് ദ ടീച്ചറാണ്. ആരാണോ നേരത്തെ പറഞ്ഞത്, ഒന്നെങ്കിൽ നമ്മുടെ അകത്തിരുന്ന് വരുന്നത്, അല്ലെങ്കിൽ പുറത്ത് കാണുന്ന പ്രത്യക്ഷത്തിലെ ഗുരു. ഷാൽ ഇമ്പാർട്ട് ബൈ ദ ലാനോ ബൈ ദൈ ലാനോ എന്നുള്ളത് ടു ഡിസൈപ്പിൾ ദ ഗുഡ് ഹോളി വേർഡ്സ് ഓഫ് ലാമറിൻ, ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഓർ ഷാൽ പെർമിറ്റ് ഹിം ടു മേക്ക് റെഡി. എന്താണ് ടീച്ചർ ഇമ്പാർട്ട് ചെയ്യും, ഡിസൈപ്പിൾ എന്താ കിട്ടിയും, ഹോളി വേർഡ്സ് ഓഫ് ദ ലാമറിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ലാമറിൻ എന്നുള്ളത് നമ്മൾ തൽക്കാലം നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യുന്ന മാസ്റ്ററിന് കണ്ടാൽ മതി. ഓർ ഷാൽ പെർമിറ്റ് ഹിം ടു മേക്ക് റെഡി ഫോർ ഡബ്ജീഡ്, അതൊക്കെ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ ഡബ്ജീഡ് ദോ ഷാൽ ടേക്ക് കെയർ ദാറ്റ് മൈൻഡ് ഇസ് thoroughly പ്യൂരിഫൈഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഒരു കുട്ടിയെ ബാപ്റ്റിസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ പലതും ചെയ്യുമ്പം, ഇനിസിയേഷൻ തരുമ്പം, അതുവരെയുള്ളതിനെയെല്ലാം മാസ്റ്റർ എടുത്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് വിടുന്നത് എന്ന് പറയുന്ന കണക്ക് thoroughly പ്യൂരിഫൈഡ് ആൻഡ് അറ്റ് പീസ് വിത്ത് ഓൾ, എസ്പെഷ്യലി വിത്ത് ദിസ് അതർ സെൽഫ്സ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്ന എസ് ക്യാപിറ്റലാണ്. അതിൻ്റെ നമ്മുടെ പല ലേയേഴ്സ് ഉണ്ട് സെൽഫിൽ. അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. പിന്നെ പറയുന്നത് എന്താ, അതർവൈസ് ദ വേർഡ്സ് ഓഫ് വിസ്ഡം ആൻഡ് ഓഫ് ദ ഗുഡ് ലോ ഷെൽ സ്കാറ്റർ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് കത്തി ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് കത്തി കൊടുക്കുന്ന കണക്കായി പോകും. ഒരു കൊച്ചു കുട്ടിയെടുത്ത് കത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഇന്ന് പറയുന്ന കണക്കായി പോകും. അപ്പം സ്കാറ്റേർഡ് ആൻഡ് പിക്ഡ് അപ്പ് ബൈ ദ വിൻസ്. അപ്പം അതുകൊണ്ട് ഇത് സൂക്ഷ്മമായും മാസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഇത് തുറന്നു വരുന്നത് നമ്മൾ എത്രത്തോളം ഇത് യൂസ് ചെയ്യുന്നുള്ള ഒറ്റയടിക്കല്ല തരുന്നത്. ഒരു സ്റ്റെപ്പ് തന്നു, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തു, അടുത്ത ഡോറ് തുറക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണിത് മുമ്പോട്ട് പോകുന്നത്. ഇനി പേജ് നമ്പർ 8 ആണ് നമ്മളിപ്പം എൻഡ് ചെയ്തിരിക്കുന്നത്. ടൈം ഓൾമോസ്റ്റ് 30 ആയി. അപ്പോൾ ഇതിൽ നമുക്ക് സമ്മപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒക്കൾട്ടിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒക്കൾട്ടിസം നമ്മൾ മലയാളത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വാക്കല്ല. ഇനി ഈസോട്ടിസം എന്ന് പറഞ്ഞാൽ അതും യൂസ് ചെയ്യുന്നതല്ല. പിന്നെ നമ്മൾ ഗുപ്തവിദ്യ എന്ന് യൂസ് ചെയ്യുന്നത്, അതും കേട്ടവർ വളരെ കുറച്ചുള്ള. സിദ്ധി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും കുറച്ച് ആൾക്കാർക്ക് അറിയാം. പഞ്ചേന്ദ്രിയം
എന്ന് പറഞ്ഞാൽ അറിയാം. ഇനി അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ ESP എന്നൊക്കെ പറയും, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് തന്നെ 5 ടൈപ്പ് ഉണ്ട്. നമുക്ക് പല ശബ്ദങ്ങൾ കേൾക്കാം, നമുക്ക് പലതും കാണാം. ഇതൊക്കെ ഞാനിന്ന് സംസാരിച്ച് നോക്കിയപ്പം സ്പിരിച്വൽ മേഖലയിൽ കടന്നു വരുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ വളരെ അറിയാം. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് എന്താണെന്ന് ആൾക്കാർ ചോദിച്ചിരുന്നു. ഇപ്പം എല്ലാവർക്കും അറിയാം. ആകെയുള്ളൊരു കാര്യം, ഇതൊക്കെ സത്യമാണോ അല്ലയോ, ഇതൊക്കെ ഇവന്മാർ ചുമ്മാ തട്ടിപ്പിന് പറയുന്നതാണോ, ഇനി പൈസയ്ക്ക് വേണ്ടിയാണോ എന്നൊക്കെയാണ് സംശയം വരുന്നത്. ഇനി ഇത് വിശ്വസിക്കാത്തവർ ചെയ്യുന്നത് എന്താ? അവർ നേരത്തെ പറഞ്ഞ കണക്ക് അതിഗംഭീരമാണ്, ഞാൻ ദൈവത്തെ വിശ്വാസം, എല്ലാം അന്ധവിശ്വാസമാണ്. ഒരു കാർ എടുക്കുമ്പോൾ കാറിൻ്റെ നമ്പർ ഓടാണോ ഈവനാണോ നോക്കിയിട്ടാണ് നമ്പർ എടുക്കുന്നത്. കാർ ഇറക്കുമ്പോൾ ഒരു നാരങ്ങ വെച്ചിട്ടാണ് ഇറക്കുന്നത്. ഏത് ജാതിയും മതമൊന്നുമില്ല, ഷോറൂമിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇതെന്ത് പുല്ലാണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാകും. ഇത് അന്ധവിശ്വാസമാണ്, പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? അപ്പം ചുരുക്കം പറഞ്ഞ് കുറച്ച് ആൾക്കാർ ചെയ്യും. എന്താ, രാഹുകാലം നോക്കണോ വേണ്ടയോ, അതിലൊന്നും കാര്യമില്ല. പിന്നെ നമ്മൾ ആ പണിയിട്ട് പിടിക്കണ്ട, എന്തിനാവശ്യമില്ലാത്ത മെനക്കേട് എന്ന് പറയുന്നതല്ലാതെ ഇതെന്തെങ്കിലും ഒന്ന് പഠിക്കാനോ ഇതൊരു ശ്രമം നടത്തുകയോ ചെയ്തില്ലെങ്കിൽ നമ്മളെ വിറ്റ് ബാക്കിയുള്ളവർ പൈസ ഉണ്ടാകും. ശരിക്കും ബാക്കിയുള്ളവരല്ല അന്ധവിശ്വാസം, നമ്മളാണ് അന്ധവിശ്വാസം. ആരാണ് അന്ധവിശ്വാസം? ഈ പറയുന്ന യഥാർത്ഥ അറിവ് എനിക്കറിയണ്ട എന്നൊരാൾ തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അയാളെ കളിപ്പിക്കാൻ എളുപ്പമല്ലേ? അയാളെ പിന്നെ എന്ത് പറഞ്ഞു വേണേലും വിശ്വസിപ്പിക്കാം. നിങ്ങൾ 7 ദിവസം അമ്പലത്തിൽ ചെല്ല്, ഇന്ന പൂജ നടത്താം, അല്ലെങ്കിൽ ഇന്നത് നടക്കും ഇന്ന സ്ഥലത്ത്. ഇതൊക്കെ നടക്കത്തില്ലെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഒന്നും നടക്കത്തില്ലെന്നല്ല. നിങ്ങൾ പൈസ കൊടുക്കാതെ മുമ്പോട്ട് പോയിക്കോളൂ. പൈസ കൊടുക്കാതെ നിങ്ങൾ എന്ത് ശ്രമവും നടത്തിക്കോളൂ. ഈ ചട്ടമ്പി സ്വാമി പൈസ എന്തിനാണ് ആത്മീയതയ്ക്ക്? ആരെങ്കിലും ആത്മീയത പൈസയ്ക്ക് വിറ്റവരുണ്ടോ? എൻ്റെ അറിവിലില്ല. പക്ഷെ ഇപ്പം നമ്മൾ ആത്മീയത പഠിക്കണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ഫ്രീ ആണ്. ഞങ്ങളുടെ ലോഡ്ജിൽ ഒരു 500 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാ 500 രൂപ എന്ന് വെച്ചാൽ അത് മെയിൻ്റനൻസിനാണ്. പല കാര്യങ്ങളും ഫ്രീ ആണെന്ന് പറയും. നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ നിന്ന് പൈസ വാങ്ങിക്കും. അത് എല്ലാ കാര്യങ്ങളും തന്നെ, എല്ലാ ക്ലബ് മഹേന്ദ്ര നമ്മൾ മെമ്പർഷിപ്പ് എടുത്താൽ പക്ഷേ വർഷം AMC കൊടുക്കണം. ഫ്ലാറ്റ് വാങ്ങിച്ചാൽ മന്ത്ലി മെയിൻ്റനൻസ് കൊടുക്കണം. ഇവിടെ ഒന്നും ഫ്രീ അല്ല. പക്ഷേ ആത്മീയത ഫ്രീ ആണ്. കാര്യം എന്താ? ആത്മീയത പുറത്തില്ല. വേറൊരു പുസ്തകത്തിൽ നിന്നും കിട്ടത്തില്ല, വേറൊരു പ്രഭാഷണത്തിൽ നിന്നും കിട്ടത്തില്ല. അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യം അറിയുന്നതിന് നമുക്ക് വേറൊരാൾക്ക് പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേറൊരാളെ കേൾക്കാം. പബ്ലിക് ലൈബ്രറി ചെന്ന് ബുക്ക് എടുക്കാം, വായിക്കാം. പക്ഷെ അതിൽ നിന്ന് കിട്ടത്തില്ല. ഇന്നിപ്പോൾ ലൈബ്രറി അല്ലല്ലോ. ഇപ്പം ഞാൻ ഒക്കൾട്ടിസം പറയുന്നു. ഈ HP ബ്ലവസ്കിയുടെ പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം നിങ്ങൾ യൂട്യൂബിൽ കയറിയാൽ നോക്കി. ഇതിൻ്റെ ബുക്കുണ്ട്. എന്നുവെച്ചാൽ ബുക്ക് അങ്ങനെ വായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ആവത് ശ്രമിച്ചു നോക്കി. കാര്യം ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ട് ഒരു മെറ്റീരിയലും അവൈലബിൾ അല്ല. പിന്നെ കേരളത്തിൽ തൃശ്ശൂരോ കണ്ണൂരോ എങ്ങാണ്ട് ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. രാധാപുർണിയർ അവിടെ 3 ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ട് ഒരിക്കൽ നടത്തിയിട്ടുണ്ട്. ഇതല്ലാതെ ചോദിച്ചവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. പിന്നെ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ, ഇത് ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഇത് ഒരു ടോക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടിരുന്നാൽ എവിടെയെങ്കിലും, അതുപോലെ എനിക്കൊരു സജഷൻ ഉള്ളത്, എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിൽ ഇത് മോശമായി അല്ലെങ്കിൽ ഇത് കൊള്ളാം എന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം. ഞാൻ പല ടോക്കും തുടങ്ങിയിട്ട് ഞാൻ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു മെഡിറ്റേഷൻ സീരീസ് ഉണ്ട്, ഒരു 110 മെഡിറ്റേഷൻ സീരീസ് 8 ചെയ്തോളൂ. വളരെ വ്യൂസ് കുറവുള്ള ഒറ്റ കമൻറ്റ് വന്നില്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി കണ്ടിന്യൂ ചെയ്യും, സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴാണ് ഇതെടുക്കുന്നത്. പലതും ചെയ്തു വരും. ഒരു 3-4 ടോക്ക് കഴിയുമ്പം ആരും കമൻറ്റ് ചെയ്യാനും ലിസൺ ചെയ്യില്ല. പിന്നെ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിലേക്ക് ചാടും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇത് പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. കാര്യം ഇത് പറയാൻ ആളില്ല. ഇത് പറയാൻ ജാതിയും മതവും റിലിജനും പറയാൻ ആളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒന്നാണെന്നും എല്ലാ മതത്തിലെയും അംശം ഒന്നാണെന്നും പറയാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ
ഇതിലേക്ക് കടക്കാൻ പറ്റും. ഇനി അല്ലാത്തവർ കടന്നാൽ നേരത്തെ പറഞ്ഞ കണക്ക് അവരെന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ കണക്ക് അവർ കത്തി എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? അവർ ആൾക്കാരെ അപായപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും കൊലപാതകം നടത്താനും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അവർക്ക് വന്നാലും പഠിക്കാം. കാര്യം ഈ ഫോഴ്സിന് അയാളുടെ സ്വഭാവം ഒന്നും നോക്കേണ്ട കാര്യമല്ല. ആര് പ്രാക്ടീസ് ചെയ്താലും, ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ ഇതിനകത്ത് പലതും പ്രാക്ടീസ് ചെയ്തപ്പം പ്രാണിക് ഹീലിംഗ് ആണെങ്കിലും ടച്ച് ഹീലിംഗ് ആണെങ്കിലും എനർജി ഹീലിംഗ് ആണെങ്കിലും ഞാൻ പഠിച്ചപ്പം അതിൽ നമുക്കൊരു ക്വാളിറ്റിയും വേണ്ട. നമ്മൾ വെജിറ്റേറിയൻ ആവണമെന്നില്ല, നമ്മളൊന്നും വേണമെന്നില്ല, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുന്നു ഒന്നുമില്ല, നമ്മുടെ ഉദ്ദേശം കറക്റ്റാണോ അല്ലയോ എന്നൊന്നുമില്ല, പഠിക്കാൻ പറ്റും. തഥാസ്തുവാണ്. അവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് സർവീസിന് എടുക്കാൻ തയ്യാറുണ്ട്, നമുക്കെന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ സമൂഹത്തിന് ചെയ്യണം എന്നല്ല. ചെയ്തവരുടെ ചരിത്രം അറിയാമല്ലോ. ശ്രീനാരായണ ഗുരുവിന് എന്ത് സംഭവിച്ചു? മഹാത്മാഗാന്ധിജിക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റി, പക്ഷെ ആ വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു? രമണ മഹർഷി എന്ത് ചെയ്തു? ഇതെല്ലാം 800 കോടി ജനവും പലതരം ആൾക്കാരാണ്. അതിൽ നമ്മളൊരു യൂണിറ്റാണ്. അപ്പം നമ്മളൊരു യൂണിറ്റാണ്. നമ്മളൊരു വലിയ കടലിൽ നമ്മൾ പറയുകയാണ് ഞാൻ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരമുണ്ടോ വിവരമില്ല നമ്മൾ ആലോചിക്കണം. ഇതൊന്നായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഇത് സർവ്വവ്യാപിയാണ്. ക്വാണ്ടം ഫിസിക്സും ഇതൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ പറയാനോ അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിക്കാനോ ഒന്നും ആൾക്കാരും ഇവിടെ ഇല്ല. അതിന് നമ്മൾ അങ്ങ് പോകേണ്ടി വരും. ഏതാ? നീൽ വോൾഷിനെയും മെക്കാട്ടോളെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സീറ്റ് ഓഫ് ദ സോളൊക്കെ എഴുതിയ ഗാരി സുക്കോവോ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻ്റർനാഷണൽ ബുക്സ് വായിക്കേണ്ടി വരും. ക്വാണ്ടം ഫിസിക്സിനകത്ത് പറയുന്ന എനർജി ഇല്ല. നമ്മളെ പഠിപ്പിച്ചെന്താ? നിങ്ങൾ എനർജിയാണ്, നശിക്കത്തില്ല, എനർജി കനോട്ട് ബി എനർജിയേ ഇല്ല. പിന്നെന്തോ? മാറ്ററേ ഇല്ല. എന്നാൽ 1940 കണ്ടുപിടിച്ചാണ്. കണക്റ്റഡ് ആണ്. ഒരു സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്, ഒരു ആക്ഷൻ നടന്നാൽ വേറൊരു സ്ഥലത്ത് റെസ്പോൺസ് ഉണ്ടാവും. അതല്ലേ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ഇവിടെ അനങ്ങുമ്പം വേറൊരു ഭൂഖണ്ഡത്തിൽ അതിൻ്റെ എക്സ്പ്രഷനുണ്ട്, അതിൻ്റെ ഒരു വ്യതിചലനമുണ്ട്. നമ്മളുണ്ടാക്കുന്ന ശബ്ദം, നമ്മൾ നടക്കുന്നത്, എല്ലാത്തിനും ഇമ്പാക്റ്റ് ഉണ്ട്. അതാണ് ഇവർ തത്വമസി എന്ന് പറയുന്നത്. അത് തിരിച്ചറിയൂ എന്നാണ് പറയുന്നത്. എന്തായാലും 8th പേജിൽ അവസാനിച്ചു. നമുക്ക് ടോക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ഓൾമോസ്റ്റ് 37 minutes ആയി. താങ്ക് യു.